ത്രിയേക ദൈവത്തിന് സ്തുതി. എല്ലാവർക്കും ഹെർമിറ്റ്സ് ടോക്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ പ്രഭാത ചിന്തയ്ക്കായി തിരഞ്ഞെടുത്തിരിക്കുന്ന വേദഭാഗം ആമോസ് 4-ാം അധ്യായം 12-ാമത്തെ തിരുവചനമാണ്. അതുകൊണ്ട് ഇസ്രായേലേ, ഞാൻ ഇങ്ങനെ നിന്നോട് ചെയ്യും. ഇസ്രായേലേ, ഇത് ഞാൻ നിന്നോട് ചെയ്യുവാൻ പോകുന്നത് കൊണ്ട് നിന്റെ ദൈവത്തെ എതിരേൽപ്പാൻ ഒരുങ്ങിക്കൊള്ളുക. ഈ വചനം മാനസാന്തരത്തിനുള്ള ഒരു ആഹ്വാനമല്ല. പ്രത്യുത അവർ മാനസാന്തരപ്പെട്ടിട്ടില്ലാത്തതിനാൽ അവർക്ക് നൽകുന്നതായ ന്യായവിധിയിലേക്കുള്ളതായ മുന്നറിയിപ്പാകുന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ, മാനസാന്തരപ്പെടുവാനായിട്ട് അവർക്ക് അവസരങ്ങൾ ഉണ്ടായിരുന്നു, മാനസാന്തരപ്പെട്ടില്ല. മാനസാന്തരപ്പെടാത്തതുകൊണ്ട് തന്നെ പലതരത്തിലുള്ളതായ ശിക്ഷകൾ അവർക്ക് നൽകി. എന്നിട്ടും അവർ ദൈവത്തിങ്കിലേക്ക് തിരിയുവാനായിട്ട് മനസ്സുവെച്ചില്ല. ക്ഷാമവും വരൾച്ചയും തുള്ളനും മഹാമാരിയും ഭയാനക നാശവുമെല്ലാം നൽകിയിട്ടും ജനം ദൈവത്തിങ്കിലേക്ക് തിരിഞ്ഞില്ല. അതുകൊണ്ട് പ്രവാചകൻ അവർക്ക് മുന്നറിയിപ്പ് നൽകുകയാണ്, ദൈവത്തിൻ്റെ ന്യായവിധിയെ നേരിടുവാനായിട്ട് ഒരുങ്ങിക്കൊള്ളുക എന്ന്. പ്രിയമുള്ളവരെ, ഒരുങ്ങുക എന്ന് പറഞ്ഞാൽ വിശുദ്ധിയോടെ ജീവിക്കുക എന്നാണ് അതിൻ്റെ അർത്ഥം. നമുക്ക് ഒരുങ്ങുവാനായിട്ട് സാധിച്ചിട്ടുണ്ടോ? നമ്മുടെ ജീവിതത്തിൽ വിശുദ്ധി കൈവരിക്കുവാനായിട്ട് നമുക്ക് സാധിച്ചിട്ടുണ്ടോ? നമ്മുടെ വാക്കുകളും ചിന്തകളും പ്രവൃത്തികളുമെല്ലാം വിശുദ്ധമാണോ എന്ന് നാം പരിശോധിക്കണം. നന്മയ്ക്ക് പകരം തിന്മ വിതയ്ക്കുന്നവരാണോ നമ്മളെന്നും നമ്മൾ പരിശോധിക്കണം. കർത്താവിൽ സ്നേഹമുള്ളവരെ, നമുക്കെല്ലാവർക്കും ദൈവത്തിൻ്റെ സന്നിധിയിൽ താഴ്മയോടെ പ്രാർത്ഥിക്കുവാനായിട്ട് സാധിക്കണം. കാരുണ്യവാനായ ദൈവമേ, ന്യായാസനത്തിന് മുമ്പാകെ ഒരു നാൾ ഞാനും നിൽക്കേണ്ടതാണ് എന്ന് ഞാൻ തിരിച്ചറിയുന്നു. ദൈവമേ, അവിടെ നിൽക്കേണ്ടി വരുമ്പോൾ തള്ളപ്പെട്ടവനായി മാറുവാനിടയാകാതെ വിശുദ്ധിയിൽ ഒരുങ്ങി ജീവിക്കുവാൻ എന്നെയും യോഗ്യനാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ.